ഭാര്യയെ പേടിച്ച് പണം മോഷ്ടിക്കുവാൻ ഇറങ്ങിയ റിജോയുടെ ചേത്തിൽ ആകെപ്പെട്ടിരിക്കുന്നത് ഭാര്യയും മക്കളുമാണ്. അച്ഛൻ ചെയ്ത പ്രവൃത്തി കാരണം സ്കൂളിൽ പോകുവാൻ കഴിയാത്ത വിധത്തിൽ തകർന്നിരിക്കുകയാണ് കുടുംബം. വീട്ടിലേക്ക് പോലീസ് എത്തുകയും ചുറ്റും നടക്കുന്ന ബഹളവും എല്ലാവുമാകെ തകർന്നിരിക്കുകയാണ് റിജോയുടെ കുട്ടികൾ. കുവൈറ്റിൽ നേഴ്സായ ഭാര്യയും ആകെ തകർന്ന അവസ്ഥയിലാണ്. എല്ലാം റിജോയുടെ കുരുട്ടുബുദ്ധി വരുത്തി വെച്ചതാണ്. പോട്ട ഫെഡറൽ ബാങ്ക് കവർച്ചാ കേസിൽ പ്രതി അയൽവാസിയായ റിജോ ആന്റണിയാണ് അറിഞ്ഞതിന്റെ ഞെട്ടലിലാണ് നാട്ടുകാരും. കോവിഡ് കാലത്ത് ഗൾഫിലെ ജോലി പോയി നാട്ടിൽ തിരിച്ചെത്തിയതാണ് റിജോ ആന്റണി. ജോലി പോയെന്ന് വെച്ച് ആർഭാടത്തിന് ഒട്ടും കുറവില്ലായിരുന്നു. സുഹൃത്തുക്കളും മൊത്തം സ്ഥിരം മദ്യപാന പരിപാടികൾ. തൊട്ടതിനും പിടിച്ചതുമെല്ലാം കമ്പനി കൂടൽ എല്ലാം പതിവായിരുന്നു. ഗൾഫിൽ നഴ്സായ ഭാര്യയുടെ ചിലവിലായിരുന്നു ഈ ആർഭാട ജീവിതം. നാട്ടുകാർക്കും വീട്ടുകാർക്കുമെല്ലാം ഇതറിയാം. എന്നാൽ കുവൈറ്റുള്ള ഭാര്യ ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല. ഭാര്യ അയക്കുന്ന പണത്തിന്റെ 4 ഇരട്ടി കടമെടുത്തും ചിലവാക്കിയും റിജോ. മറ്റുള്ളവർ കടം കൊടുക്കുന്നതും റിജോയെ കണ്ടല്ല, കുടുംബത്തിന് വേണ്ടി എല്ലുമുറിയെ പണിയെടുക്കുന്ന ഭാര്യയെ കണ്ടാണ്. ഗൾഫിൽ നിന്ന് അവർ മുടക്കാതെ പണം അയച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവർ നാട്ടിലെത്തുമ്പോൾ ഈ കടമെല്ലാം വീട്ടണമെന്ന് പലരും പ്രതീക്ഷിച്ചു. വരുന്ന ഏപ്രിൽ അവർ അവധിക്ക് എത്തുമെന്ന് അറിഞ്ഞു. ഏതാണ്ട് 49 ലക്ഷം കടമാണുള്ളത് റിജോയ്ക്ക്. ഈ കടം വാങ്ങി ചിലവഴിച്ച തുകയ്ക്കൊന്നും ഭാര്യയ്ക്ക് കണക്ക് പറയുവാൻ കഴിയുന്ന സാഹചര്യമില്ല. അതിലും എളുപ്പം കവർച്ചയാണെന്ന് റിജോ കണക്കുകൂട്ടി. ഭർത്താവിന്റെ അതിബുദ്ധി കാരണം ഉണ്ടായ മാനക്കേടിലാണ് ഇവർ. അതേസമയം നാട്ടിൽ ഭർത്താവിനെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന മക്കളുടെ കാര്യവും ആശങ്കയിലാണ്. സ്കൂളിൽ പോകുവാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് അവരിപ്പോൾ. 2.5 വർഷം മുമ്പാണ് റിജോ എൻ്റെ വാർഡിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയത്. എപ്പോഴും ജോലിയായിട്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്. കുഴപ്പമുള്ള വ്യക്തിയായിട്ട് തോന്നിയിട്ടില്ല. റിജോ വിദേശത്തായിരുന്നു. കോവിഡ് സമയത്താണ് നാട്ടിലേക്ക് വന്നത്. എല്ലാവരുമായി കമ്പനിയായിരുന്നു അദ്ദേഹം. എന്തെങ്കിലും പരിപാടി വന്നാൽ ആദ്യം എത്തുന്നത് റിജോ ആയിരിക്കും. അതേസമയം സഹകരിക്കാനും ഏറ്റവും നല്ല മനുഷ്യൻ. പള്ളിപ്പെരുന്നാൾ വന്നാലും ആഘോഷങ്ങൾ വന്നാലും മുമ്പിൽ നിൽക്കുന്നത് റിജോ തന്നെയായിരിക്കും. ആരെങ്കിലും എപ്പോഴും കണ്ടാലും ചിരിച്ചുകൊണ്ടായിരിക്കും സംസാരിക്കുന്നത്. എൻ്റെ വീട്ടിനടുത്താണ് റിജോ താമസിക്കുന്നത്. 200 മീറ്റർ മാത്രമാണ് ഞങ്ങളുടെ വീടുകൾ തമ്മിലുള്ള ദൂരം. വാർഡ് കൗൺസിലർ ജിജി ജോൺസൺ പറയുന്ന വാക്കുകളാണിത്. ഞായറാഴ്ച കുടുംബയോഗം നടന്നത് റിജോയുടെ വീട്ടിലായിരുന്നു. എല്ലാവരോടും ചിരിച്ചും കളിച്ചുമായിരുന്നു അദ്ദേഹത്തിന്റെ സംസാരവും. ഉള്ളിൽ ചിലപ്പോൾ അസ്വസ്ഥത ഉണ്ടായിരിക്കാം. തലേ ദിവസം ഞാൻ റിജോയെ കണ്ടിരുന്നു. അന്നും ചിരിച്ചൊക്കെയായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. ഞാൻ കൗൺസിലർ ആയതുകൊണ്ട് നാട്ടുകാര്യങ്ങൾ റിജോ എന്നോട് സംസാരിക്കും. 3-4 തവണ ആ വീട്ടിന്റെ മുമ്പിൽ ഞാൻ ഒരു ദിവസമെങ്കിലും പോകാറുണ്ട്. വികാരി അച്ഛൻ കുടുംബയോഗത്തിൽ വന്നപ്പോൾ പോലീസുകാർ ഈ ഭാഗത്ത് തമ്പടിച്ചിട്ടുണ്ടായിരുന്നു. കള്ളൻ ഈ ഭാഗത്ത് കാണുമെന്ന് പോലീസ് ഇവിടെ വളഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കള്ളനെയൊന്നും പിടിക്കുവാൻ പറ്റില്ല, അവൻ ആ വഴി പോയിട്ടുണ്ടാകും. ഏതെങ്കിലും മതിലിനടിയിൽ അവൻ ഒളിച്ചിട്ടുണ്ടാകാം എന്നാണ് റിജോ പറഞ്ഞത്. 20ഓളം പേർ കുടുംബയോഗത്തിൽ പങ്കെടുത്തിരുന്നു. 2:30 തുടങ്ങിയ കുടുംബയോഗം വൈകിട്ട് 4:30 കഴിഞ്ഞത്. ആ സമയത്തൊക്കെ പോലീസ് പരിസരത്ത് കറങ്ങുന്നുണ്ടായിരുന്നു. എൻ്റെ വീടിൻ്റെ മുൻവശത്തെ ക്യാമറ പരിശോധിച്ചപ്പോൾ അതിൽ ഈ സ്കൂട്ടർ കിട്ടിയിരുന്നു. പക്ഷേ അത് റിജോ ആണെന്ന് എന്നൊന്നും നമ്മൾ സംശയിച്ചിരുന്നില്ലല്ലോ. പ്രദേശവാസികൾ പറഞ്ഞപ്പോൾ പോലീസ് വേറെ പല കാര്യങ്ങളുമാണ് പറഞ്ഞിരുന്നത്. റിജോയെ പറ്റി ഒരു അക്ഷരം പറഞ്ഞിരുന്നില്ല. പിടിക്കുമെന്ന് റിജോയും കരുതിയിരുന്നില്ല. 6 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് പോലീസ് റിജോയുടെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തത്. പിന്നീട് റിജോയുടെ സംസാരിക്കുവാൻ പറ്റിയില്ല. കവർ ചെയ്ത പണത്തിൽ നിന്നും 90 ലക്ഷം രൂപയെടുത്ത് ഒരാളുടെ കടം വീട്ടി എന്ന് റിജോ മൊഴി നൽകിയിരുന്നു. ബാങ്ക് കൊള്ളയടിച്ച പ്രതി റിജോയാണെന്ന് വാർത്ത അറിഞ്ഞതോടെ ആ സുഹൃത്തും പണിപ്പെട്ടു. ഇന്നലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയ പണം. എന്നാൽ പോലീസ് അയാളെ തിരിച്ചറിയുകയും ഇന്ന് തെളിവെടുപ്പിൽ ഭാഗമായി പ്രതിയുമായി എത്തി പണം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ബാങ്കിൽ നിന്ന് കവർച്ച ചെയ്ത തുകയിൽ വലിയൊരു ഭാഗം കെട്ടുപോലും പൊട്ടിക്കാത്ത അവസ്ഥയിൽ റിജോയുടെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തുകയും ചെയ്തു.